2025 BCA കോഴ്സ് ചേരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. 15 വർഷത്തെ എൻ്റെ ബിടെക് BCA ടീച്ചിങ് എക്സ്പീരിയൻസിനെ മുൻനിർത്തിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. BCA കോഴ്സിൻ്റെ എലിജിബിലിറ്റി, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്താണ്, വിവിധ തരം കോളേജുകൾ, ഫീസ്, സിലബസ്, ഏതൊക്കെ കോളേജാണ് തിരഞ്ഞെടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ BCA കോഴ്സിൻ്റെ എലിജിബിലിറ്റിയും തുടങ്ങാം. AICT പറയുന്നത് BCA കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്നുള്ളത് അതാത് യൂണിവേഴ്സിറ്റികൾക്ക് തീരുമാനിക്കാമെന്നാണ്. ജനറലി പറയുകയാണെങ്കിൽ BCA കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്നുള്ളത് +2 ബയോളജിയോ കമ്പ്യൂട്ടർ സയൻസോ കൊമേഴ്സോ പഠിച്ചവർക്ക് ചേരാമെന്നുള്ളതാണ്. എന്നാലും പല പല യൂണിവേഴ്സിറ്റികൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. BCAക്ക് അവർ പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അക്കൗണ്ടൻസി, ഇൻഫർമാറ്റിക്സ്, പ്രാക്ടീസ് ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ BCAക്ക് ജോയിൻ ചെയ്യാമെന്നുള്ളതാണ്. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളുടെ എലിജിബിലിറ്റിയും ഇതുപോലെ തന്നെയാണ്. ഇന്ത്യയിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അഥവാ AICT എന്നത്. 2024 മുതൽ ആണ് ആദ്യമായി BCA കോഴ്സ് AICTയുടെ കീഴിലോട്ട് വരുന്നത്. അതിൽ പ്രകാരം ഇന്ത്യയിൽ BCA കോഴ്സ് നടത്തുന്നതിന് AICTയുടെ അപ്രൂവൽ നിർബന്ധമാണ്. കേരളത്തിലെ എല്ലാ കോളേജുകളും BCAക്ക് വേണ്ടി AICT അപ്രൂവൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിന് വെളിയിലാണ് BCA ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിർബന്ധമായും AICT അപ്രൂവൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. രണ്ടാമതായി, വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ടത് BCAക്ക് AICT ഒരു മോഡൽ കരിക്കുലം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മോഡൽ കരിക്കുലത്തിൽ നിന്ന് വളരെ കുറച്ച് ശതമാനം മാറ്റം മാത്രമേ കോളേജുകൾക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾക്ക് സിലബസിൽ മാറ്റം വരുത്താൻ പാടുള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ BCA കോഴ്സുകൾക്കും ഏകദേശം ഒരേ സിലബസ് ആയിരിക്കുമുള്ളത്. മോഡൽ സിലബസ് പ്രകാരം AICT 3 സ്പെഷ്യലൈസേഷനുകളാണ് BCA കോഴ്സിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡാറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്നിവയാണിത്. ഈ സ്പെഷ്യലൈസേഷനുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. BCA പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളെ നമുക്ക് 5 ആയിട്ട് തിരിക്കാം. ഇതിലാദ്യത്തേത് ഗവൺമെൻറ് കോളേജ് ആൻഡ് എയ്ഡഡ് കോളേജാണ്. ഇവിടെ ഫീസ് ഗവൺമെൻറ് ഫീസാണ്. അത് ഏകദേശം 3500 രൂപ വരും ഒരു വർഷം. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളിവിടെ സംസാരിക്കുന്നത് എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് BCA കോഴ്സിനെ കുറിച്ചാണെന്നാണ്. രണ്ടാമത്തത് എയ്ഡഡ് കോളേജിലെ സെൽഫ് ഫിനാൻസിങ് BCA കോഴ്സാണ്. സെൽഫ് ഫിനാൻസിങ് BCA കോഴ്സ് ആകുമ്പോൾ അത് എയ്ഡഡ് കോളേജ് ആണെങ്കിൽ കൂടിയും ഫീസ് ഏകദേശം 50,000 രൂപ വരും ഒരു വർഷം. 2025 മുതൽ ഗവൺമെൻറ് സപ്പോർട്ടഡ് എഞ്ചിനീയറിംഗ് കോളേജ് IHRD കേപ്പ് മുതലായവയിലും BCA കോഴ്സ് അവൈലബിൾ ആണ്. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ കോഴ്സുകൾ സെൽഫ് ഫിനാൻസിങ് BCA കോഴ്സുകളാണെന്നുള്ളതാണ്. അവിടെ ഫീസ് ഏകദേശം 50,000 രൂപ തന്നെയാണ് ആവുന്നത്. ഇനി പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് മോഡിൽ BCA കോഴ്സ് നടക്കുന്നുണ്ട്. അവിടെ ആകുമ്പോൾ ഫീസ് ഏകദേശം 1,00,000 രൂപയാവും ഒരു വർഷം. ഇനി ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളാണെങ്കിൽ ഫീസ് ഏകദേശം 1,60,000 രൂപയാകും ഒരു വർഷം. ഇത് ട്യൂഷൻ ഫീസ് പ്ലസ് ബാക്കിയുള്ള ഫീസ് കൂടിയാണ് ഈ പറയുന്നത്. വിവിധ തരം കോളേജുകളെക്കുറിച്ചും ഉള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കാണുന്നത് നല്ലതാവും. ഇനി നമുക്ക് BCA ഡിഗ്രിയെക്കുറിച്ച് നോക്കാം. 3-ാം വർഷമാണ് നമ്മൾ പുറത്തിറങ്ങുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഡിഗ്രി BCA ഡിഗ്രിയാണ്. സാധാരണ പോലെ കിട്ടുന്ന BCA ഡിഗ്രിയാണ്. ഇനി നമ്മൾ എക്സ്ട്രാ ഒരു വർഷം കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിഗ്രി BCA ഓണേഴ്സ് ഡിഗ്രിയാണ്. ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. BCA ഓണേഴ്സും ഉണ്ട്, BCA ഓണേഴ്സ് വിത്ത് റിസർച്ചും ഉണ്ട്. ഇനി ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ 4-ാം വർഷം ഇരിക്കുന്നതുകൊണ്ടുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 4 വർഷ കോഴ്സായി മാറുകയാണ് BCA. 4 വർഷം കൊണ്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വിദേശത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും. അല്ലായിരുന്നെങ്കിൽ സാധാരണഗതിയിൽ 3 വർഷം BCA ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വിദേശത്താണ് ചെല്ലുന്നതെങ്കിൽ നിങ്ങളൊരു ഡിപ്ലോമയെ കിട്ടുകയുള്ളൂ. അതിനുശേഷമാണ് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാൻ സാധിക്കുകയുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 4 വർഷ ഡിഗ്രി ആകുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ബിടെക് കോഴ്സ് ചെയ്യുന്ന അതേ തത്തുല്യമായ മാസ്റ്റേഴ്സ് ഡിഗ്രികൾ നിങ്ങൾക്കും BCA കോഴ്സിന് ശേഷം ചെയ്യാൻ സാധിക്കും.
അതുപോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് 4 വർഷം ഇന്ത്യയിലെ എല്ലാ ഡിഗ്രികളും 4 വർഷ ഡിഗ്രിയായി മാറുന്നതോടുകൂടി ഗവൺമെൻറ്, പ്രൈവറ്റ് അങ്ങനെയുള്ളതാണെങ്കിൽ റിക്രൂട്ട്മെൻറ്റിന് 4 വർഷ ഡിഗ്രിക്കാണ് ഇനി റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ എടുക്കാൻ സാധ്യതയും കൂടുതൽ. ഇനി BCA കഴിഞ്ഞിട്ടുള്ള ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് നോക്കാം. നിങ്ങൾ 3 വർഷത്തിന് ശേഷമാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം MCAക്ക് MCAയുടെ എൻട്രൻസ് എഴുതി ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങനെയല്ല, നിങ്ങൾ 4 വർഷത്തിന് ശേഷമാണ് BCAക്ക് പുറത്തിറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് MCA കരസ്ഥമാക്കാൻ സാധിക്കും. അതിൽ തന്നെ നിങ്ങൾക്ക് 75% മുകളിൽ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഗ്രേഡാണുള്ളതെങ്കിൽ 4 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് MCA ഒഴിവാക്കി PhD ചെയ്യാനാണെങ്കിൽ ഡയറക്റ്റ് PhD ചെയ്യാനുള്ള സൗകര്യവും സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ 3 വർഷം BCA കോഴ്സ് ചെയ്യാം. അല്ലെങ്കിൽ 1 വർഷം കൂടെ എക്സ്ട്രാ ഇരുന്നതിന് ശേഷം BCA ഹോണേഴ്സ് ബിരുദവും വേണമെങ്കിൽ കരസ്ഥമാക്കാം. ഇപ്പോൾ നിലവിലുള്ള ഡിഗ്രിയിൽ നിന്ന് വ്യത്യസ്തമായി സിലബസിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 3 സ്പെഷ്യലൈസേഷനുകൾ അവൈലബിൾ ആണ്: ഡാറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്. ഇതിൽ നിങ്ങൾ TCS, വിപ്രോ അങ്ങനെ തുടങ്ങിയ സോഫ്റ്റ്വെയർ കമ്പനികളിലാണ് ജോലി ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് സ്പെഷ്യലൈസേഷൻ ആയിരിക്കും നല്ലത്. അവിടെയാണ് നിങ്ങൾ വെബ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ബാക്ക് എൻഡ്, ഫ്രണ്ട് എൻഡ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുന്നത്. 4ാം വർഷം ഇരിക്കുന്നവരാണെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് ട്രാക്കോ തിരഞ്ഞെടുക്കാവുന്നതാണ്. റിസർച്ച് ട്രാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 4ാം വർഷം റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റുകളാണ് കൂടുതൽ പഠിക്കുന്നത്. ഇനി ഇതിൽ തന്നെ 75% മാർക്ക് നമുക്ക് ഓണേഴ്സിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് PhD ചെയ്യാനുള്ള അവസരവും MCA ചെയ്യാതെ തന്നെ ലഭിക്കുന്നതാണ്. ഇതുപോലെ തന്നെയുള്ള വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്പ്, സമ്മർ ട്രെയിനിങ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. AICTE 4ാം സെമസ്റ്ററിന് ശേഷമാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ NCC, NSS ഇവയിലുള്ള പങ്കാളിത്തം ഒരു കോഴ്സായിട്ട് തന്നെ കണക്കാക്കും. അതിന് ക്രെഡിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവസാനമായി BCA പഠിക്കുന്നതിന് ഒരു കോളേജ് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നോക്കാം. ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും 6 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തേത് കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ലാബ് സൗകര്യങ്ങളുമാണ്. ലാബ് സൗകര്യങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അത് ആവശ്യത്തിന് ഉപകരിക്കുന്നതുമായിരിക്കണം. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളോട് അന്വേഷിച്ചാൽ കോളേജ് ആവശ്യത്തിന് എക്സ്ട്രാ ലാബുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണോ എന്ന് അറിയാൻ സാധിക്കും. രണ്ടാമതായി പ്രധാനപ്പെട്ടതായ ഒന്നായി കരുതാവുന്നതാണ് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട്. പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലേസ്മെൻറ്റിന് സഹായകരമാകുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിംഗ്, മോക്ക് ഇൻ്റർവ്യൂ തുടങ്ങിയ സൗകര്യങ്ങൾ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആവശ്യത്തിന് കമ്പനികൾ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം. ഫാക്കൽറ്റി എക്സ്പെർട്ടൈസും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. PhD, നെറ്റ് ബിരുദമുള്ള അധ്യാപകർ, അവരുടെ എക്സ്പീരിയൻസ്, കുട്ടികളുടെ പ്രൊജക്റ്റ് എന്നിവയിൽ വളരെ സഹായകരമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം എന്നത്. പ്രൈവറ്റ് കോളേജിൽ അത് ഏകദേശം 60ഉം എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകളിൽ അത് ഏകദേശം 30ഉമാണ്. കൂടുതൽ വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ് എന്നത് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പ്രൊജക്റ്റ് പോലെയുള്ള കാര്യങ്ങളിൽ പ്രൊജക്റ്റ് ഗൈഡ് ചെയ്യുക എന്നുള്ളത് 60 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ 30 വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് വളരെ കഠിനമാണ്. അതുപോലെ തന്നെയാണ് ക്ലാസ്സിൽ തിയറി കോഴ്സുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ബിലോ ആവറേജ് വിദ്യാർത്ഥികൾക്ക് എത്ര ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുമ്പോൾ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പ്രൊജക്റ്റ് കൂടുതൽ പിള്ളേരുടെ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതാക്കുന്നു. കോളേജിൽ പഠനത്തോടൊപ്പമുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസും വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ ടെക്നോളജികളിലുള്ള വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ എന്നിവ കോളേജുകൾ സ്ഥിരമായി നടത്തുന്നതാണെന്നും ശ്രദ്ധിക്കേണ്ടതാണ്. അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻറ്റേൺഷിപ്പ് സൗകര്യവും പ്രൊജക്റ്റ് സപ്പോർട്ടും. ക്ലാസ് സ്ട്രെങ്ത് വളരുന്നതിനനുസരിച്ച് ഈ രണ്ടും ശരിയായ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വിരലെണ്ണാവുന്ന കോളേജുകളിൽ മാത്രമേ ശരിയായ രീതിയിൽ ഇൻറ്റേൺഷിപ്പും പ്രൊജക്റ്റ് കോളേജുകളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടാവുന്നുള്ളൂ. ഇത് രണ്ടും നന്നായി പോകുന്ന കോളേജുകൾ അവരുടെ പ്ലേസ്മെൻറ്റ് എണ്ണവും വളരെ മെച്ചപ്പെട്ടതാണെന്ന് കാണാൻ സാധിക്കും. ഏറ്റവും അവസാനമായി കോഴ്സ് ഫീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഴ്സ് ഫീസും കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്. ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ
ഒരു വിദ്യാർത്ഥിക്ക് ഒന്നാമതായി സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഗവൺമെൻറ് കോളേജിലെ BCA കോഴ്സും എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് BCA കോഴ്സുകളുമാണ്. അത് ഏതൊക്കെയാണെന്ന് ഇതേ ചാനലിലെ മറ്റൊരു വീഡിയോയിൽ വിശദമായി ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം BCA നടത്തുന്ന നല്ല പ്രൈവറ്റ് എയ്ഡഡ് കോളേജുകൾ നോക്കാവുന്നതാണ്. എഞ്ചിനീയറിംഗ് കോളേജിൽ BCA തിരഞ്ഞെടുക്കുമ്പോഴുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത് അവിടെ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കോഴ്സിനായിരിക്കും പ്രാമുഖ്യം കൂടുതൽ. അങ്ങനെയുള്ള കോളേജുകളിൽ BCAക്ക് ഇമ്പോർട്ടൻസ് വളരെ കുറവായിരിക്കും. അത് പ്ലേസ്മെൻറ്റിനെ സാരമായി ബാധിക്കുകയും ചെയ്യും. കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നല്ല ഒരു കോളേജിൽ BCA കോഴ്സ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.